രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജയ് ശ്രീറാം. ഭക്തജനങ്ങളെ, ജൂലൈ 17, 2024, അതായത് കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസം ആരംഭിക്കുകയാണ്. ഓം ന്യൂസിലൻഡ്, അതായത് നമ്മുടെ സ്വന്തം കൂട്ടായ്മ, ഇവിടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും കഴിഞ്ഞ വർഷത്തെക്കാളും വിപുലമായ രീതിയിൽ രാമായണ മാസം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാളുകളിലും വീടുകളിലും അമ്പലങ്ങളിലും വെച്ച് രാമായണ പാരായണം നടക്കുന്നതായിരിക്കും. ശ്രവിക്കുക, അതായത് കേൾക്കുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും വരൂ. എന്തുകൊണ്ട് രാമനാമം? ഈ രാമനാമത്തിനെ പലരും പല ഭാഷകളിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഭാരതദേശത്തിൽ ഹിന്ദി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, പായോജി മേനെ രാമരത്തന ധന് പായോ. എനിക്ക് കിട്ടി. എന്താണ് കിട്ടിയത്? രാമരത്തൻ, രാമമാകുന്ന രത്നം, ആ ധനമാണ് എനിക്ക് കിട്ടിയത്. തമിഴിൽ പറയുന്നു, നന്മയും ശെൽവവും നൽകും, തിന്മയും പാപവും തേഞ്ഞു പോകും, ജന്മവും മരണവും ഇന്ന് അവസാനിക്കും ഈ രാമനെ ഭജിച്ചാൽ. വേറെ ഒരു കവി പാടി, രാമനെ ഭജിച്ചാൽ നോയ്വിനെ തീരുമീ ചഞ്ചലമകന്നിടുമേ. രാമനെ ഭജിച്ചാൽ എല്ലാ നോയ്വുകളും എല്ലാ വേദനകളും മാറും, മനസ്സിൻ്റെ ചഞ്ചലത്വം മാറി മനസ്സിന് ശാന്തി വരും. വേറൊരു കവി അതിനേക്കാൾ വളരെ നന്നായിട്ട് പാടി, ഐന്തെഴുത്തിനും ഉയർ എട്ടെഴുത്തിനും ഉയർ, ഐന്തെഴുത്തുക്കും ഉയർ എട്ടെഴുത്തുക്കും ഉയർ, ഇരണ്ടെഴുത്തേ ഉയരാകും. 5 എഴുത്ത് നമശിവായ, 8 എഴുത്ത് ഓം നമോ നാരായണായ. ഇതിനേക്കാളൊക്കെ മഹത്വമാണ് രാമനാമം. ആ രാമനാമത്തെ ഭജിക്കൂ, ആ രാമനെ ഭജിക്കൂ, ആ രാമനാമത്തിലൂടെ രാമനെ പ്രാപ്തിയെടുക്കൂ. ഇനി നമ്മുടെ മലയാള ഭാഷയിലോ ശ്രേഷ്ഠൻ, ഭക്തൻ, വിദ്വാൻ, പണ്ഡിതൻ, താപസശ്രേഷ്ഠൻ എന്നിങ്ങനെ ആയൊരു മഹാനുഭാവൻ തുഞ്ചത്ത് ശ്രീ എഴുത്തച്ഛൻ ആധ്യാത്മിക രാമായണത്തിൽ എഴുതി, വളരെ സുന്ദരമായിട്ട് എഴുതി, ആധ്യാത്മക പ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമി ജന്മം കൊണ്ടേ. ഭക്തി കൈകൊണ്ട് കേട്ടുകൊള്ളുവിൻ, ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം. ബുദ്ധി മത്തുക്കളായൊരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുടൻ മുക്തരായി വന്നുകൂടും. ഇതാണ് ആധ്യാത്മരാമായണത്തിൽ നമുക്ക് കിട്ടുന്ന. അങ്ങനെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ശ്രീ രാമചന്ദ്രനെ രാമായണ പാരായണത്തിലൂടെ, രാമായണ ശ്രവണത്തിലൂടെ അറിയുക, രാമൻ്റെ കഥ കേട്ട് രാമനെ പ്രാപിക്കുക. ജയ് ശ്രീറാം.